ഇനി എന്റെ നേരെയോ എന്റെ കുടുംബത്തിന്റെ നേരെയോ താൻ തന്റെ കുരുട്ട് ബുദ്ധിയായിട്ട് വന്ന എടാ ചെറുക്ക വന്നാ നീ എന്ത് ചെയ്യൂടാ? ശിവോഹം മനസ്സിലായില്ലേ? ശിവന് സംഹാരം എന്നൊരു കലാപരിപാടി കൂടി ഉണ്ടെന്ന്. ശിവൻ ഒരുങ്ങി ഇറങ്ങിയ പിന്നെ ചാവടിയന്ത്രമാ. അങ്ങനൊരു ചൊല്ലുണ്ട് എന്നെ കുറിച്ച് നാട്ടും പുറത്ത്. അത് നിനക്കിപ്പോ ഇവിടെ കാണണോ? എങ്കിൽ കൊണ്ടോടാ ശിവന്റെ മൂക്കിന്റെ പാലം തെറിപ്പിക്കുന്ന ഇടി. ശിവ കൈയെടുക്ക. എന്റെ അപ്പന്റെ ഷർട്ടിൽ നിന്ന് കൈയെടുക്കാനാ പറഞ്ഞത്. എനിക്ക് വേണമെങ്കിൽ ഇവരുടെ മുമ്പിലിട്ട് നിങ്ങളെ രണ്ടുപേരും തല്ലാം. പേ പിടിച്ച പട്ടികളെ തല്ലുന്ന പോലെ. തല്ലിയിട്ട് ഇതുപോലെ തന്നെ പോകാനുള്ള തന്റെ ഇടമുണ്ട്. പക്ഷേ സ്ത്രീകളുടെ മുന്നിൽ വെച്ച്, അതും വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തല്ലുന്നത് ആണത്തമായിട്ട് ശിവൻ കരുതുന്നില്ല. അതുകൊണ്ട് മാത്രം നിന്നെ രണ്ടെണ്ണത്തിന് ഞാൻ വെറുതെ വിടുന്നു. പക്ഷേ ഇനി ഈ തിരുമുറ്റത്തേക്ക് എന്നെ വരുത്താനുള്ള ശ്രമം ഉണ്ടായ ഇതൊക്കെ ഞാനങ്ങ് മറക്കും. എന്റെ ജാതകവശ പക്ഷിയുടെ സ്ഥാനം പുള്ളിക്കുറുവനാ. അതങ്ങനെ ഇങ്ങനെയൊന്നും കൂവില്ല. പക്ഷേ തലയ്ക്ക് മുകളിൽ നിന്ന് കൂവിയ മരണം ഉറപ്പാണെന്നാ പറയുന്നത്. അപ്പനും മകനും കൂടി ആള് കളിച്ച് പുള്ളിക്കുറുവനെ തലയ്ക്ക് മുകളിലിട്ട് വട്ടം പറപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ ആയുസ് പറപ്പിക്കും ഞാൻ അങ്ങ് നരകത്തിലേക്ക്. അതിനുള്ള ലൈസൻസ് എടുത്തിട്ടുള്ളവനായ ശിവൻ. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി തരാം. ശിവോഹം അതിലുണ്ടെല്ലാം.